നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെൻസസ് നിന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജെനൈറ്റോ യൂറിനറി ഏരിയയിൽ ഉണ്ടാകുന്ന ഇച്ചിങ്ങിനെ കുറിച്ചാണ്, ചൊറിച്ചിലിനെ കുറിച്ചാണ്. മെൻസസ് നിന്ന് കഴിയുമ്പം സാധാരണയായിട്ട് ഈസ്ട്രോജൻ്റെ ലെവൽ കുറയും. അത് കാരണം നമ്മുടെ ജെനൈറ്റോ യൂറിനറി ട്രാക്റ്റിൻ്റെ അവിടെയുള്ള ടിഷ്യൂസിനെല്ലാം തിന്നിനിങ്, അതായത് കട്ടി കുറയുക, ഡ്രൈനെസ് വരിക, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അത് കാരണം ആ ഏരിയയിൽ ഡ്രൈനെസ്സും ഇച്ചിങ്ങും അതുപോലെ തന്നെ പുകച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. മെനോപോസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെജൈനയിലെ pH ലെവല് മാറും. അത് അസിഡിക്കിൽ നിന്ന് ആൽക്കലൈനായി മാറാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇച്ചിങ്ങിന് കാരണം ഈസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വല്ല STDസോ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസോ ഒക്കെ കാരണം കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ബാക്ടീരിയൽ വെജിനോസിസിനും ഒക്കെ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ചില സ്കിൻ കണ്ടീഷൻസ്, സോറിയാസിസ് പോലെ, അതുപോലെ തന്നെ അലർജിക് ഡെർമറ്റൈറ്റിസിനും ഒക്കെ ഇതുപോലെ തന്നെ വൾവാർ ഏരിയയിലും ജെനിറ്റൽ ഏരിയയിലും ഒക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. സോപ്സ്, ഡിറ്റർജൻസിൻ്റെ ഒക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗം, ക്ലോത്തിൻ്റെ ഫാബ്രിക്, നമ്മുടെ ഇന്നേഴ്സിൻ്റെ ക്ലോത്തിൻ്റെ ഫാബ്രിക്, അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കാരണം സോപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ചിലർ ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ മെനോപോസ് കഴിഞ്ഞ ആളുകൾക്ക് കൂടുതലായിട്ട് അവിടെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവാനും സാധ്യതകൾ കൂടുതലാണ്. ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട്, അതുപോലെ തന്നെ നോർമലി ആ ഏരിയ സോഫ്റ്റായി കിടക്കുന്നത് കൊണ്ടും ഈസ്ട്രോജൻ്റെ ലെവലൊക്കെ കുറവായതുകൊണ്ടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പെട്ടെന്ന് മുറിവാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ ഇല്ലാതെ സെക്സ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ പെയിനും ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് സാധാരണയായിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അവിടെ സ്ക്രബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിറ്റർജൻസ്, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ കുറയ്ക്കുക. അലർജി ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ലാറ്റക്സ് കോണ്ടംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിക്കുള്ള പെർഫ്യൂംഡ് അങ്ങനത്തെ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. കോട്ടൻ്റെ ബ്രീത്തബിൾ ആയിട്ടുള്ള ലൂസായിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡോ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് സെക്സ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുക. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഹോർമോൺ തെറാപ്പീസൊക്കെ എടുക്കണമെന്നുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതെടുക്കുക. താങ്ക് യു.